നമസ്കാരം. ഞാനിന്ന് പ്രവചിക്കാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ കുംഭമാസത്തിലെ ജ്യോതിഷ പ്രവചനങ്ങളാണ്. അതായത് 13/2/2025 മുതൽ 14/3/2025 വരെയുള്ള ഒരു മാസ കാലഘട്ടത്തെ പ്രവചനങ്ങളാണ്. ഡോക്ടർമാർക്ക് ഈ മാസം നല്ല സമയമാണ്. അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ അവർക്ക് വരുമാനം ലഭിക്കേണ്ട സാധ്യത കാണുന്നു. കരാറുകാരുടെ ബില്ലുകൾ മുടങ്ങിക്കിടക്കുന്നത് ഈ മാസം പാസ്സാകാനുള്ള സാധ്യത കാണുന്നു. പാചകക്കാർക്കും ധാരാളം ഓർഡറുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. അതായത് നല്ല പാചകക്കാർക്ക് നല്ല മെച്ചപ്പെട്ട ഹോട്ടലുകളിൽ അവർക്ക് ജോലി കിട്ടുന്നതിനുള്ള സാധ്യതയും കാണുന്നു. വിദേശത്ത് ജോലിക്കും അവർക്ക് ശ്രമിച്ചാൽ ലഭ്യമാകാം. ബിസിനസ്സിൽ അഡ്മിനിസ്ട്രേഷൻ പാസ്സായവർക്ക് തൊഴിൽ സാധ്യത ഏറെ കാണുന്നു. ശ്രമിച്ചാൽ കൂടുതൽ മെച്ചമുള്ള ജോലികൾ ലഭിക്കാം. അതുപോലെ കാറ്ററിംഗ് സർവീസുകാർക്ക് ഫലപ്രദമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു അവസരമാണ് ഈ മാസം. വഴിയോര കച്ചവടക്കാർക്കും കൂടുതൽ വ്യാപാരം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ബേക്കറി, കൂൾ ബാർ മുതലായ നടത്തിക്കുന്നവർക്കും ഈ നല്ല വ്യാപാരം, അതായത് വളരെ ഗുണമുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തുന്നതിനും ഈ മാസം സാധിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ഉന്നതമായ വിജയം കരസ്ഥമാക്കാനും ഉള്ള ഭാഗ്യവും അവർക്ക് ഈ മാസം കാണുന്നു. ജോലി ലഭിക്കുന്നതിന് ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം ഈ മാസം ലഭിക്കുന്നു. ശാരീരിക വേദന, അതായത് വാദം പോലുള്ള, അതായത് മറ്റു വീഴ്ചകൾ മൂലമോ വാദം മൂലമോ ഏതെങ്കിലും രീതിയിൽ വേദനകളുള്ളവർക്ക് അതിന് ആശ്വാസം വളരെയധികം അവർക്ക് ലഭിക്കുന്നു. ഇനി ഞാൻ പ്രവചിക്കാൻ പോകുന്നത് മോശ ഫലങ്ങളെക്കുറിച്ചാണ്. പല രീതിയിലുള്ള ആപത്തുകൾ വരേണ്ട സാധ്യതയുണ്ട്. അതുപോലെ അസുഖങ്ങൾ വരേണ്ട സാധ്യതയുണ്ട്. മാനഹാനി വരാതെ ശ്രദ്ധിക്കണം. ഉന്നത അധികാര സ്ഥാനങ്ങളിൽ നിന്നും ചില സമൻസുകൾ വന്നേക്കാം. അത് വളരെ ശ്രദ്ധിച്ച് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക. മിത്രങ്ങളായി നടിക്കുന്നവരെ സൂക്ഷിക്കുക. അതിൽ ശത്രുക്കളും ഉണ്ടാവും. നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു പൊതുപ്രവർത്തകനാണെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ചതിക്കപ്പെടേണ്ട സാധ്യത, അതുമൂലം നിങ്ങളുടെ പദവി നഷ്ടപ്പെടേണ്ട സാധ്യതയുണ്ട്. ഡിമോഷനൊക്കെ നടക്കാം. പലവിധ ആവശ്യമില്ലാത്ത ചിന്തകളെ കൊണ്ട് മനോദുഃഖം ഉണ്ടാക്കരുത്. ബുദ്ധിക്ക് അത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കുക. വിജയകരമാകേണ്ടിയിരുന്ന പലതും പരാജയമാകാനുള്ളൊരു സാധ്യത കാണുന്നു. അതുകൊണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും രഹസ്യമായി കാര്യങ്ങൾ പൂർത്തിയാക്കുക. തസ്കരന്മാർ നിങ്ങളുടെ പിന്നാലെ ഉണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട സാധനങ്ങൾ, പണവും സ്വർണം അതുപോലുള്ള രേഖകളൊക്കെ അവർ മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, നഷ്ടപ്പെടാതെ. വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം കാണുന്നു. അതിനാൽ ശ്രീ ഗണേശനെയും സരസ്വതി ദേവിയെയും ആത്മാർത്ഥമായി പൂജിക്കുക. തീർച്ചയായിട്ടും ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. വളരെ ശ്രമിച്ചാൽ മോശഫലങ്ങൾ ഒഴിവാക്കാൻ സാധിക്കാവുന്ന മോശഫലങ്ങളേ ഉള്ളൂ. അതുവഴി ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ട യോഗവും ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് കാണുന്നു. നമ്മുടെ അശ്രദ്ധയും അമിതമായി മറ്റുള്ളവരെ വിശ്വസിക്കുകയും ചെയ്യുന്നത് മൂലമാണ് നമുക്ക് പല രീതിയിലുള്ള കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. അത് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുന്നതിന് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ കുംഭമാസത്തിൽ സകലവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്സായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ മാറുന്നതിന് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.